എന്റെ പൂച്ച പ്രസവിച്ചു കേട്ടോ. 4 മക്കളുണ്ട്. കാറ്റ് ഫുഡുമായി ഞാൻ വയനാട്ടിലേക്ക് പൂച്ചയെയും മക്കളെയും കാണാൻ പോയി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ അനാഥയായി വിഷം നലഞ്ഞൊരു പൂച്ചയെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. അതിന്റെ റീൽസ് കണ്ട് ഒരുപാട് പേർ അഭിനന്ദിക്കുകയും ചെയ്തു. പലരും ആ പൂച്ചയെ തരുമോ എന്ന് ചോദിച്ചെങ്കിലും കൊടുക്കാൻ എനിക്ക് മനസ്സ് വന്നിരുന്നില്ല. കോഴിക്കോട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് എന്റെ പേർഷ്യൻ മെയിൽ കാറ്റിന്റെ ഒപ്പമാക്കി. ഉമ്മയാണ് വീട്ടിൽ പൂച്ചകളെ നന്നായി പരിപാലിച്ചത്. ഇടയ്ക്ക് വയനാട്ടിലും ഇടയ്ക്ക് കോഴിക്കോടുമായി പൂച്ച എനിക്കൊപ്പം കാറിൽ യാത്ര ചെയ്തു. നിരന്തരം യാത്രയായതിനാൽ ഇപ്പോൾ പൂച്ചയുടെ കസ്റ്റോഡിയൻ WMO കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപകൻ കബീർ മാഷാണ്. അദ്ദേഹത്തിന്റെ മക്കളാണ് പൂച്ചയെ പൊന്നുപോലെ നോക്കുന്നത്. പൂച്ച പ്രസവിച്ചത് മാഷ് വിളിച്ചു പറഞ്ഞപ്പോൾ കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് പോയി. ജിഞ്ചർ കാറ്റ് വർഗത്തിൽപ്പെട്ട പൂച്ചയ്ക്ക് അതേ നിറത്തിൽ 4 മക്കൾ. എത്ര കണ്ടിട്ടും മതിവരാതെ എന്റെ പൂച്ചയെയും മക്കളെയും ഞാൻ നോക്കി നിന്നു. എന്റെ പൂച്ചയെ ഞാൻ താലോലിച്ചു. ഇപ്പോഴും പൂച്ചയുടെ കണ്ണിൽ നിന്ന് ആ ദുരന്ത രാത്രിയുടെ ഭീതി മാറാത്തതുപോലെ. ഒരു മനുഷ്യന് പോലും അസാധ്യമായ സ്നേഹത്തിന്റെ നോട്ടം അതെന്നെ നോക്കുമ്പോൾ, ഒരു വിളിയിൽ എന്നെ തിരിച്ചറിയുമ്പോൾ എനിക്കതിനെ കാറിൽ കയറ്റി കോഴിക്കോട്ടേക്ക് തന്നെ കൊണ്ടുപോകാൻ തോന്നി. എന്നാൽ ഞാൻ കൊണ്ടുപോകുമോ എന്ന് ഭയന്നു നിൽക്കുന്ന കബീർ മാഷിന്റെ കുട്ടികൾ എന്നെ വിലക്കി. അഫ്രീൻ, ആഷ്ലീൻ, അശ്രീൻ എന്നീ പെൺകുട്ടികൾക്ക് എന്റെ പൂച്ചയാണ് ഇപ്പോൾ എല്ലാം. 4 പൂച്ചക്കുട്ടികൾക്കും അവർ പേരുപോലും ഇട്ടുകഴിഞ്ഞു. അവർ സ്കൂൾ വിട്ടു വരുമ്പോൾ അവരെ വഴിയിൽ കാത്തിരിക്കുന്ന പൂച്ചയെ തിരിച്ചു തരാൻ അവർക്ക് മനസ്സില്ല. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ സന്ദർശിച്ച് മടങ്ങുന്നതിന്റെ നിർവൃതിയിൽ ഞാൻ തിരിച്ചു പോന്നു.